അപ്പോൾ ലിനക്സിന് പഠിക്കുന്നതിന് മുന്നേ ലിനക്സ് എന്താണെന്ന് അറിയണം. ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് പോലെ അല്ലെങ്കിൽ മാക്ക് പോലെ ഒരു OS ആണ് ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ ഞാൻ വലിയതായി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാമെങ്കിൽ പോലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ലിനക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ആയി പോയത്? അപ്പോൾ ലിനക്സ് ആദ്യം ഇവർ കുറച്ച് ടീംസ് ഇവൻറ്റ്സ് ഒക്കെ ലെഡപ്പ് ചെയ്തു. എന്തിന്? ഒരു ഫ്രീ കേണൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ. യുണിക്സ് ഇതുപോലെ തന്നെയാണ്. ലിനക്സും യുണിക്സും സെയിം അല്ല, ബട്ട് ലിനക്സ് എന്ന് പറയുമ്പോൾ യുണിക്സ് പോലെയുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ആൻഡ് ലിനക്സ് ഈസ് ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിൻഡോസ് നോക്കുകയാണെങ്കിൽ വിൻഡോസ് പെയ്ഡ് OS ആണ് വിൻഡോസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്രാക്കഡും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൾനറബിലിറ്റി ഇതാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആക്ടിവേഷൻ കീ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വേറൊരു ഭാഗം. ബട്ട് വിൻഡോസ് പെയ്ഡ് ആണ്. ബട്ട് അക്കോർഡിംഗ് ടു ലിനക്സ് നോക്കുകയാണെങ്കിൽ ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. നമുക്ക് ആർക്കും സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലിനക്സ് എന്ന് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ സോഴ്സ് കോഡൊക്കെ നമുക്ക് ഗിറ്റബിൽ ഇതിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കതെടുത്ത് എഡിറ്റ് മോഡിഫൈ ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലിനക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിനക്സ് വളരെയധികം സെക്യൂർ ആണ്. ഓക്കെ, വിൻഡോസിൻ്റെ പോലെ പെട്ടെന്ന് മാൽവെയർ ഇൻഫെക്റ്റ് ആവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ലിനക്സിനില്ല. ലിനക്സ് വളരെയധികം സെക്യൂർ ആണ്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അക്കോർഡിംഗ് ടു വിൻഡോസ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ വിൻഡോസൊക്കെ ജസ്റ്റ് ഓൺ ആക്കിയിട്ടാൽ തന്നെ നമ്മുടെ പ്രോസസ്സർ കറങ്ങാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെമ്മറി കൺട്രോൾ ടാസ്ക് മാനേജർ നോക്കിയാൽ കാണാൻ കഴിയും എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ഇവിടെ ഇതിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ നമ്മുടെ മെമ്മറി യൂസ് ചെയ്ത് നോക്ക്, 5.4 GB യൂസ്ഡ് ആണ്. ഇപ്പോൾ തന്നെ 92% മെമ്മറി യൂസ്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും അത്രയ്ക്ക് യൂസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയും, ഇപ്പോൾ ജസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ആക്കിയിട്ടുള്ളൂ, എന്നിട്ട് പോലും 870 MB മാത്രമേ മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഈ വിൻഡോസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിർച്വൽ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതില്ലെങ്കിൽ പോലും ജസ്റ്റ് ഓൺ ആക്കിയിട്ടാണ് 4 GB റാം യൂസ് ചെയ്യും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ വിൻഡോസ് കുറേ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ലിനക്സിൽ അത്രയും ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ലിനക്സ് യൂസ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. ബിഗിനേഴ്സിന് അത്ര ഈസി ആയിരിക്കില്ല ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ കൂടുതലും GUI ആയിട്ടായിരിക്കും. ഇതിൽ നമ്മൾ കൂടുതലും ടെർമിനൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിനക്സ് കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിന് അത്ര ഈസി അല്ല. അതുകൊണ്ടാണ് ഈ ഒരു ലിനക്സ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വേൾഡ് വൈഡ് ഇൻസ്റ്റാൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ലിനക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ റൂട്ടറിൽ നോക്കുകയാണെങ്കിൽ ലിനക്സ് കേർണലാണ്, നമ്മുടെ വാച്ചിൽ ആൻഡ്രോയിഡ് വാച്ചിൽ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ലിനക്സ് ബേസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റംസ്, പിന്നെ സെർവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ സെർവേഴ്സിൽ ലിനക്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ ലിനക്സിനെ കുറിച്ച് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ലിനക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഹാക്ക് ദ ബോക്സ് അക്കാഡമീൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ കോഴ്സ് സിലബസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് വരുന്ന സമയത്ത് ലിനക്സിൻ്റെ ഫിലോസഫി നോക്കുന്ന സമയത്ത് ലിനക്സ് മെയിനായിട്ട് 5 കോർ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിലുള്ള ലിനക്സിൽ എല്ലാം എവറിത്തിങ് ഈസ് എ ഫയൽ, അതിലുള്ള എല്ലാം ഫയലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിലുള്ള എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും, പിന്നെ അതിൽ ലിനക്സിൽ എന്തൊക്കെ സർവീസസ് ആണ് ഓടുന്നത് ഒക്കെ ഒന്നുമല്ല അതിൽ കൂടുതൽ ടെക്സ്റ്റ് ഫയൽസ് ആയിട്ടാണ് അത് സേവ് ചെയ്തിട്ടുള്ളത്. ഫിലോസഫിയിൽ പിന്നെ വരുന്നതാണ് സ്മാൾ സിംഗിൾ പർപ്പസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അപ്പോൾ ചെറിയ ഒറ്റ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ലിനക്സ് നമുക്ക് വാഗ്ദാനം നൽകുന്നു അവരുടെ ഡിഫറെൻറ്റ് ടൂൾസൊക്കെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്പാക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് എല്ലാം കൂടി ടുഗദർ കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. പിന്നെ എബിലിറ്റി ടു ചെയിൻ പ്രോഗ്രാംസ് ടുഗദർ ടു പെർഫോം കോംപ്ലക്സ് ടാസ്ക്സ്, അതായത് ഈ ഒരു ഇതിൽ ലിനക്സിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസൊക്കെ നമുക്ക് കമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ടാസ്കുകളൊക്കെ നമുക്ക് അത്രയ്ക്കും എളുപ്പത്തിൽ അതിൻ്റെ ഡാറ്റ റിസൾട്ട്സ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് ഈസി ആയിട്ട് സിംപ്ലിഫൈഡ് ചെയ്ത് നമ്മുടെ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവോയ്ഡ് ക്യാപിറ്റീവ് യൂസർ ഇൻ്റർഫേസസ് എന്നാണ് പറയുന്നത്. അതായത് ലിനക്സിൽ കൂടുതലും വർക്കിംഗ് വിത്ത് മെയിൻലി ഷെൽസ് ആയിട്ടാണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് GUI ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു പോയാൽ മതി. പക്ഷേ ലിനക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ടെർമിനൽ ബേസ്ഡ് ആണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഗ്രേറ്റർ കൺട്രോൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അതുമായിട്ട്
ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കോൺഫിഗറേഷൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടെക്സ്റ്റ് ഫയൽ, ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡാറ്റാസ് ഒക്കെ എന്താണ്, എല്ലാം ടെക്സ്റ്റ് ഫയൽസ് ആണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറിത്തിങ് ഈസ് എ ഫയൽ, എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് ഫയലായിട്ടാണ് എന്നാണ്. അതായത് എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട് /etc പാസ്വേഡ് എന്നൊരു ഫയൽ. ഈ ഫയലിലായിരിക്കും നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള യൂസേഴ്സിൻ്റെ ഒക്കെ പാസ്വേഡ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും സേവ് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ജോൺ ദ റിപ്പർ നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ ഈ ETC പാസ്വേഡ്സിലുള്ള പാസ്വേഡ്സൊക്കെ നമ്മൾ ജോൺ ദ റിപ്പർ വെച്ചിട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ ഓൾ യൂസേഴ്സ് രജിസ്റ്റർ ഓൺ ദ സിസ്റ്റം. ഇതിൽ സിസ്റ്റത്തിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ യൂസേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം അവരുടെ യൂസേഴ്സിൻ്റെ ക്രെഡൻഷ്യൽസൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുക. ഓക്കെ, ആ ഒരു കാര്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ വരുന്ന കോമ്പോണൻസ് ആണ് വരുന്നത്. പിന്നെ ബൂട്ട് ലോഡർ, OS കേർണൽ, ഡയമൻസ്, OS ഷെൽ, പിന്നെ വിൻഡോ മാനേജർ, ഗ്രാഫിക് സെർവേഴ്സ്, യൂട്ടിലിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ബൂട്ട് ലോഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബാരറ്റ് ആണെങ്കിൽ ലിനക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗ്രബ് ബൂട്ട് ലോഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബൂട്ട് ലോഡർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ OS ബൂട്ടായി വരാൻ, അപ്പോൾ നമ്മൾ ഇതിലൊക്കെ VMware ഒക്കെ ഈ ഒരു പ്ലേ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ബൂട്ടായി വരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വിൻഡോസൊക്കെ നോക്കുകയാണെങ്കിൽ, വിൻഡോസ് എന്നല്ല ഏതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സ് ആയിട്ടാണ് ഇപ്പോൾ ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിൻഡോസൊക്കെ നിങ്ങളത് ബൂട്ട് ചെയ്തതായിരിക്കും, സിംഗിൾ ബൂട്ട് ചെയ്തായിരിക്കും. അതൊക്കെ നിങ്ങൾ CPUവിൻ്റെ സ്വിച്ച് വെക്കുന്ന സമയത്ത് നമ്മുടെ OS ലോഡായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ OS അങ്ങനെ ലോഡായി വരാൻ വേണ്ടിയിട്ടാണ് ബൂട്ട് ലോഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ OS കേർണൽ എന്ന് പറയുമ്പോൾ OS കേർണലാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു കേർണലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ്. അതാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ്വെയർ ലെവലിലാണ് അത് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡയമൻസ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് റൺ ചെയ്യുന്ന സർവീസസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വിൻഡോസ് ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ജസ്റ്റ് ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞാൽ കുറേ സർവീസ് വെറുതെ എന്തൊക്കെയോ ഓണായി കിടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഡയമൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് OS ഇതിൻ്റെ. പിന്നെ OS ഷെല്ലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ടെർമിനലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ലിനക്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ZSH ഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഷെല്ലുണ്ട്, ബാഷ് ഉണ്ട്, അങ്ങനെ KSH, ZSH, അങ്ങനെ കുറേ ഉണ്ട്, ഫിഷ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ZSH ആണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ ഗ്രാഫിക് സെർവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് സെർവറായിട്ട് റൺ ചെയ്യാൻ. ഇതിപ്പോൾ നമ്മുടെ ലോക്കലിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ റിമോട്ട്ലി ആണെങ്കിൽ പോലും നമുക്ക് ഗ്രാഫിക്കൽ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യാൻ പറ്റും എന്നാണ്. പിന്നെ വിൻഡോ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് GUI കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ GUI നമ്മുടെ ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടോ, ഈ ഒരു മൊത്തമായിട്ടുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. ജീനോം ഉണ്ട്, KDE ഉണ്ട്, മെയ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പാരറ്റ് OSനെ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാരറ്റ് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് GUI ഏതാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പാരറ്റിൻ്റെ അടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും KDE, ജീനോം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലത് പക്കായിട്ടൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പക്ക GUI ലെവലിലുള്ളത് വരും, ചിലത് സിമ്പിൾ ഇതായിട്ടായിരിക്കും. അപ്പോൾ അത് ഗ്രാഫിക്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലോഡ് കൂടും, സിമ്പിളാകുമ്പോൾ ലോഡ് കുറയും. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏതാണ് എന്നൊക്കെ. ചിലവർക്ക് ജൈനോമായിരിക്കും, KDE ആയിരിക്കും, അല്ലെങ്കിൽ മെയ്റ്റ് ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അത് വലിയ ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു GUI യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണ് എന്നാണ്. ഓക്കെ, ഇതാവുമ്പോൾ ഓരോന്ന് മാറ്റുന്ന സമയത്ത് ഇവിടെ ഉള്ള സെറ്റപ്പൊക്കെ മാറും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇത് കയറ്റി നോക്കിയാൽ മനസ്സിലാവും പാരറ്റിലൊക്കെ പോകുന്ന സമയത്ത്, പാരറ്റിൻ്റെ ഡൗൺലോഡ് പേജിൽ പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ പോലും ഉണ്ട്. നമ്മുടെ ലിനക്സൊക്കെ ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏതാണ് വേണ്ടത് ചോദിക്കും, ജീനോമാണ് KDE അങ്ങനെ ഇതാണ് ചോദിക്കും. പിന്നെ വരുന്നത് യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഓരോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് യൂട്ടിലിറ്റീസ്. അതിൻ്റെ ഓരോരോ ആക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളതാണ് യൂട്ടിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, അത് മനസ്സിലായിട്ടില്ല വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ ഇതിൽ നമുക്ക് ലിനക്സ് ആർക്കിടെക്ചർ പഠിക്കാം. അപ്പോൾ ലിനക്സ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു നിങ്ങളുടെ ഒരു സജഷൻസ് താഴെ കമൻറ്റ് ചെയ്യുക, എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ഇനിയും ഷോർട്ട് ആക്കണോ അല്ലെങ്കിൽ ഇനി ലോങ് ആക്കണോ.